ഹായ് ഹലോ, വെൽക്കം ടു മിനി ഷിബു വ്ളോഗ്സ്. ഇന്ന് നമുക്ക് ഒരു 40 ഇഞ്ച് ബ്ലൗസ് അത് 2x2 മെറ്റീരിയൽ കൊണ്ട് എങ്ങനെ തയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കഴുത്ത് പൈപ്പിംഗ് ഒക്കെ എങ്ങനെ വെക്കുന്നതെന്നൊക്കെ തയ്ച്ച് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ക്രോസ് പീസ് എങ്ങനെ വെട്ടുന്നത്, പൈപ്പിംഗ് എങ്ങനെ വെക്കുന്നത്, ഇതെല്ലാം കാണിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു 40 ഇഞ്ച് ബ്ലൗസ് ബോഡി മെഷർമെൻറ്റിൽ നിന്ന് 40 ഇഞ്ച് ബ്ലൗസ് എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യാൻ നോക്കാം. 3 ബ്ലൗസ് ഒരേ അളവിൽ നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. ഇതിൽ 2 എണ്ണം ഒന്നിച്ചിട്ട് കട്ട് ചെയ്യാം, 3 എണ്ണം ഒന്നിച്ചിടണ്ട. ചിലപ്പോൾ സിസർ ശരിയല്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് 2 ബ്ലൗസ് ഒന്നിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇത് 1 മീറ്റർ തുണിയാണ്. നമുക്കിത് 4ആയിട്ട് മടക്കിയിടാം. ഇത് സ്ട്രെയിറ്റ് ഗ്രെയിനിൽ വേണം എടുക്കാൻ. തുണിയുടെ കരഭാഗം ഇതാണ് സ്ട്രെയിറ്റ് ഗ്രെയിൻ. 1.25 ഇഞ്ച് തുണി നമുക്ക് കൈ മടക്കി തയ്ക്കാനായിട്ട് നമ്മുടെ ഹെമ്മിങ്ങിന് വേണ്ടി വേണം. ഇപ്പം ഇവർക്ക് സ്ലീവ് വന്ന് 10.5 ഇഞ്ച് ഇറക്കമാണ് വേണ്ടുന്നത്. 10.5. ഇവർക്ക് കൈ ഇറക്കം 10.5 ഇഞ്ചാണ് വേണ്ടുന്നത്. നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ 10.5 ഇഞ്ച് എടുത്തു, ഇവിടെയും 10.5 ഇഞ്ച് എടുത്ത്, ഇവിടുന്ന് കറക്റ്റ് 3.5 ഇഞ്ച് ഇറക്കം നമ്മൾ കൈക്കുഴിക്കായിട്ട് എടുത്ത് ടകടകാന്ന് 10 മിനിറ്റ് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് ഇട്ടു, ഇവിടെ നമ്മളൊരു ലൈൻ കൊടുത്തു. ഇവർക്ക് കൈയുടെ ചുറ്റളവ് 12 ഇഞ്ചാണ്, അപ്പോൾ അതിൻ്റെ പകുതി 6. ഇവിടെ നമ്മൾ 2 ഇഞ്ച് സ്ട്രെയിറ്റ് എടുത്തു. ഇവിടുന്ന് ഇവരുടെ ആം ഹോൾ വന്ന് ആം 18 ഇഞ്ച്, അപ്പോൾ 2 ഇഞ്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. 18 ഇഞ്ച് പകുതി 9 ഇഞ്ച്. 9-ൽ 2 ഇഞ്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. ബാക്കി 7 ഇഞ്ച് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ എടുക്കണം. കണ്ടോ, 7 ഇഞ്ച്. അവിടെ ഈ മാർക്കും കൂടെ ആദ്യം ഒരു ലൈൻ കൊടുത്തേക്കാം. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ പകുതിയിൽ 7ൻ്റെ പകുതി 3.5, ഈ 3.5-ൽ ഒരു മാർക്ക്, 7ൻ്റെ പകുതി 3.5-ൽ ഒരു മാർക്ക് കൊടുത്തു. 3.5-ൽ ഒരു മാർക്ക് കൊടുത്തിട്ട് ഈ മേളത്തെ ലൈനിൽ നിന്ന് ഈ 3.5-യുടെ മേളിൽ 1/2 ഇഞ്ച് ഡിഫറൻസിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇതാണ് നമ്മുടെ കൈ. ഇങ്ങനെ വന്ന് കണ്ടോ, ഇങ്ങനെ ഇരിക്കണം കൈ. നമ്മുടെ കൈ ഫ്രണ്ട് വെട്ടുമ്പോൾ അതേപോലെ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇതിൽ കൂടെ ഈ എൻ്റെ ഇത് കുറച്ച് മേളിലായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇതേപോലെ വന്ന് ഇങ്ങനെ പോരണം. ഓക്കെ, ഇവിടെ നമുക്ക് 1.25 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാം. 1.25, ഇവിടെ 1.25, ഇവിടെ കറക്റ്റ് 1.25 ഉള്ളൂ. ഇത് രണ്ടും കൂടെ നമുക്കൊരു മാർക്ക് കൊടുത്തേക്കാം. ഇവിടെ നമുക്ക് ഒരു നോച്ച്, ഇവിടെ ഒരു നോച്ച്, ഇവിടെ ഒരു നോച്ച്, ഇത്രയെടുത്ത് കട്ട് കൊടുക്കണം. ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഒന്നിച്ചെടുത്ത് വിരിച്ചിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് നമുക്കിപ്പോൾ ഫ്രണ്ട് കട്ട് ചെയ്യാം. കൈക്കുഴിയുടെ ഫ്രണ്ട് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വളഞ്ഞിങ്ങി വരണം ഷേപ്പ്. ഇവിടെ വന്ന് കൂർപ്പിച്ച് നിൽക്കരുത്. എല്ലായിടവും നല്ല ഷേപ്പ് കൊടുത്ത് നീറ്റാക്കി എടുക്കണം. കണ്ടോ, ഇതാണ് കൈ. കൈ ഫ്രണ്ട് വെട്ടിയെടുത്തേക്കുന്ന ഇവിടുന്ന് വെട്ടിയേക്കുന്ന കൈ ഫ്രണ്ട് കുടഞ്ഞ് വെട്ടിയേക്കുന്നത് ഇങ്ങനെയാണ്.
കണ്ടോ? അപ്പം നമുക്കിതും കൊണ്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്ക് എടുക്കാം. ഇവിടെ നമ്മൾ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ 1/4 ഇഞ്ച് നമുക്ക് പീസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമ്മളിതിൽ മാർക്ക് ചെയ്തെടുക്കുന്നത്. പിസറൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞേരെ. എന്നിട്ട് നമുക്ക് ബ്ലൗസിന് എത്രയാണ് ഹൈറ്റ് എന്ന് നോക്കണം. നമുക്കിപ്പം ഈ ബ്ലൗസിന് 16 ഇഞ്ച് ഹൈറ്റാണ് വേണ്ടത്. 16 ഇഞ്ച് ഹൈറ്റുള്ള ബ്ലൗസാണിത്. 16 ഇഞ്ച് ഹൈറ്റ് എടുത്തിട്ട് ഇതാ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ, മുകളിൽ 1/4 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഈ ബ്ലൗസിന് 10 ഇഞ്ചാണ് നെക്കളവ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇപ്പം 2.5 ഇഞ്ച് കഴുത്ത് വിട്ട് വെക്കുന്നുള്ളൂ, 2.5. എന്നിട്ട് 3.25 ഇഞ്ച് ഷോൾഡറും വെക്കും. അപ്പം മൊത്തത്തിൽ 5.25 ഇഞ്ച് ഷോൾഡറേ ഞാനിവിടെ വെക്കുന്നുള്ളൂ. കഴുത്തിറക്കം 10 ഇഞ്ചാണ്. 10 ഇഞ്ചിൽ ഇതിൽ കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി ഇങ്ങനെ വെളിയിലോട്ട് മാർക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ 2.5 എടുത്തെങ്കിൽ ഇവിടെ 2.25 എടുത്തിട്ട് അതിനനുസരിച്ച് വരഞ്ഞു കൊണ്ടുവന്നാലും മതി. ഇപ്പം ഞാനിവിടെ 6.25 ഇഞ്ചാണ് അവരുടെ ആംഹോൾ കുഴി എടുക്കുന്നത്. 6.25 ഇഞ്ച്. ഇവർക്ക് വന്ന് ചെസ്റ്റ് അളവ് 40 ഇഞ്ചാണ്. 40 ഇഞ്ച് ചെസ്റ്റ് അളവിന് ചെസ്റ്റ് പ്ലസ് 1 ഇഞ്ച് ഡിവൈഡഡ് ബൈ 4. ഇതാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ. ചെസ്റ്റ് പ്ലസ് 1 ഇഞ്ച് ഡിവൈഡഡ് ബൈ 4. ചെസ്റ്റ് വന്ന് 40 ഇഞ്ചാണ് നമുക്ക്. 40 പ്ലസ് 1 ഇഞ്ച് 41 ഡിവൈഡഡ് ബൈ 4. അതായത് ഈ 2/2 തുണിക്ക് നമുക്ക് 1 ഇഞ്ച് എക്സ്ട്രാ ലൂസ് കൊടുത്താൽ മതി മൊത്തത്തിൽ. അപ്പം 41 ഡിവൈഡഡ് ബൈ 4 വരുമ്പോൾ 10.25 ഇഞ്ച് വരും. ചെസ്റ്റ് പ്ലസ് 1 ഇഞ്ച് ഡിവൈഡഡ് ബൈ 4 10.25 ഇഞ്ച്. 10.25 ഇഞ്ചാണ് ഇവരുടെ 40 ഇഞ്ച് ബോഡി മെഷർമെൻ്റ് ഉള്ള ആളിൻ്റെ ബ്ലൗസിൻ്റെ 2/2 മെറ്റീരിയലാണെങ്കിൽ. എല്ലാ തുണിക്കും ഇതല്ല കാൽക്കുലേഷൻ. 2/2 മെറ്റീരിയലാണെങ്കിൽ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ലൂസ് അടിക്കും, കഴുത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ബ്ലൗസ്, ഷോൾഡറിൽ നിൽക്കത്തില്ല. ഇവിടെ അതേപോലെ ഒരു 2 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കണം. ഇവിടുന്ന് ഒരു 2 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കണം. ഇവിടുന്ന് 2, ഇവിടുന്ന് 2. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 ഇഞ്ച് എടുത്തു, ഇവിടുന്ന് 2 ഇഞ്ച് എടുത്തു. അതിന് എല്ലാം കൂടെ നമ്മളിങ്ങനെ കൂട്ടി ജോയിൻ ചെയ്ത് നല്ല ആംഹോൾ ഷേപ്പ് വന്നു. ആംഹോൾ കർവ് വെച്ചും വരയ്ക്കാം പുതുതായിട്ട് വരയ്ക്കുന്നവർക്ക്. ഇപ്പോൾ ഇത് നമുക്ക് അളന്ന് നോക്കാം. 2, 3, 4, 5, 6, 7, 8, 9 ഇഞ്ച്. 9 ഇഞ്ച്. ഇത് കറക്റ്റാണ് 9 ഇഞ്ച്. ഇപ്പം നമുക്കിത് വെട്ടിയെടുക്കാം. ഇവിടെ നമ്മൾ 1.25 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പിടണം. എടുത്ത ഉടനെ ഇവിടെ നോച്ച്, ഇവിടെ ഒരു നോച്ച്. ഇതാണിപ്പോൾ നമ്മളുടെ ബാക്കിൻ്റെ കട്ടിങ്. ഇനി നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാം. ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് നോക്കണം. ഇതിൽ ഇവർ ഒരു കംപ്ലയിൻ്റ് ഉണ്ട് ഈ ബ്ലൗസിന്. ഈ ബ്ലൗസ് നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവർക്ക് തയ്ച്ചു കൊടുത്താൽ ഒരു 2 ആഴ്ച മുമ്പ് ഇവർക്ക് നമ്മൾ തയ്ച്ചു കൊടുത്ത ബ്ലൗസാണ്. ഇതിൽ ഇവർക്കൊരു ഇതുണ്ട്, ഈ അളവ് മാറ്റിയേ ചെയ്യരുത്. ഇത് കറക്റ്റ് അളവാണ്. ഞാനിത് ഇച്ചിരി വലിയ കപ്പ് വെക്കട്ടെ, താഴോട്ട് ഇറക്കി വെക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. ഈ അളവ് മാറ്റിയേ ചെയ്യരുത്, ഇത് കറക്റ്റ് ബ്ലൗസാണെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ ഇവർക്ക് ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, ഈ ഹൂക്ക് കറക്റ്റായിട്ട് ഇവിടെ ഇടാൻ പറ്റുന്നില്ല. ഇച്ചിരി അവരിങ്ങനെ ലൂസാക്കിയാണ് ഇത് ഇടുന്നതെന്ന് മനസ്സിലായോ? ഇച്ചിരി ഇങ്ങോട്ട് അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് ചെയ്ത് ഇച്ചിരി ഇങ്ങോട്ട് വെച്ച് അപ്പോഴവർക്ക് കറക്റ്റ് ആകുന്നത്. എന്നാൽ ഇത് ലൂസാക്കരുതെന്നാണ് പറയുന്നത്. ലൂസാക്കി അവർക്ക് ഷോൾഡർ ഇറങ്ങും.
അങ്ങനത്തെ കംപ്ലയിൻറ്റ് വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് നമുക്ക് ഈ ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് വരുമ്പോൾ, ഈ കപ്പിൻ്റെ കംപ്ലയിൻറ്റ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. ശരിയാ? അതിന് നമുക്കിപ്പോൾ സ്ട്രെയിറ്റ് പീസാണ് ഇത് വെട്ടേണ്ടുന്നത്. സ്ട്രെയിറ്റ് പീസ് വെട്ടുന്നതിന് മാത്രമാണ് ഞാൻ ഈ പറയുന്ന ക്രോസ് പീസ് വെട്ടുമ്പോൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്യരുത്. ഓക്കെ? ഇതിൻ്റെ ഔട്ട്ലൈൻ അങ്ങ് വരഞ്ഞെടുക്കുക. ഇച്ചിരി ഇങ്ങോട്ട് നീക്കിയിട്ട് വേണം, ഈ ഓരത്തിൽ വരണ്ട, ഇച്ചിരി ഇങ്ങോട്ട് നീക്കിയിട്ടിട്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ ഇപ്പം ഞാൻ വരച്ചെടുക്കാൻ പോവാണേ. ഇവിടെ നമുക്ക് സ്കെയിൽ വെച്ച് തന്നെ ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. ഇവിടെ നമ്മൾ 3 ഇഞ്ച് 3.5 ഇഞ്ച് എടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇച്ചിരി കൂടുതൽ വേണം. ഞാൻ എല്ലാ കട്ടിങ്ങിലും പറയുന്നതാണല്ലോ അത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് ചരിച്ചൊരു കട്ടിങ് ഇതാ ഇവിടുന്ന് സ്കെയിൽ വെച്ച് വരയ്ക്കാമേ. സ്കെയിലൊക്കെ കറക്റ്റ് യൂസ് ചെയ്താലാണ് ബ്ലൗസിന് നല്ല പെർഫെക്റ്റ് ഇത് കിട്ടുക. നമ്മളൊരു കൈകൊണ്ട് ടകടകാന്ന് വരയ്ക്കരുത്. അതുപോലെ ഇപ്പോൾ ഇവർക്ക് ഫ്രണ്ട് നെക്ക് 9 ഇഞ്ചാണ്. 9 ഇഞ്ച് നെക്ക് വേണമെങ്കിൽ ഞാനൊരു 6 ഇഞ്ച് എടുക്കുന്നുണ്ട് ഇവിടുന്ന്. അതേപോലെ ഇവിടെ 4 ഇഞ്ച് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കഴുത്ത് വന്ന് 2.5 ഇഞ്ചാണ് എടുത്തത്. ഞാനിപ്പം 2.25 ഇഞ്ച് വർക്ക് കഴുത്ത് എടുക്കുന്നുണ്ട്. ഓക്കെ? ഇവിടുന്ന് എന്നിട്ട് നമുക്ക് ആദ്യം കഴുത്തിൻ്റെ പാർട്ടങ്ങ് ക്ലിയർ ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് കറക്റ്റായിട്ടങ്ങ് വരയ്ക്കാം. അപ്പോൾ ഇത് അളന്ന് നോക്കാം എത്ര ഉണ്ടെന്ന്. 8, 9 ഇഞ്ചുണ്ട്. കണ്ടോ? 9 ഇഞ്ചുണ്ട്. ഇത് കപ്പിൻ്റെ മെഷർമെൻറ്റാണ് അറിയേണ്ടത് നമുക്ക്. ഡാർട്ട് ഇവർക്ക് 10 ഇഞ്ചാണ്. 10 ഇഞ്ച് ഇറക്കം, 14 ഇഞ്ച്, 10 ഇഞ്ചാണ് ഡാർട്ട് സ്റ്റാർട്ടിങ്. അവിടെ നിന്ന് 14 ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം. 4 ഇഞ്ച് ഇറക്കമാണ് കപ്പിന് വേണ്ടത്. അപ്പോൾ 10, 14 എന്ന് 2 മാർക്ക് ഞാൻ കൊടുത്തു. ഇവിടെ ശ്രദ്ധിക്കണം, ഇതൊരു പ്രത്യേക മെഷർമെൻറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. 10, 14. എന്നിട്ട് ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുവാണേ. നെക്കിലിരുന്ന് ഇങ്ങോട്ടുള്ള തുണി 5.5 ഇഞ്ച് കൊടുക്കുവാണ്. ഇവിടെ അപ്പം ഞാൻ 5.5 ഇഞ്ച് എടുത്തു. ഇവിടെ ഞാൻ 6.5 ഇഞ്ച് എടുക്കുക. 1 ഇഞ്ച് കൂടുതൽ ഇവിടെ 6.5 ഇഞ്ച് എടുക്കുവാണേ. ഇവിടുന്ന് ഞാൻ ഇവർക്ക് 3.5 ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുക്കും. 3.25 ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഈ ഞങ്ങൾ 5.5 എടുത്തിടത്തു നിന്ന് ഈ താഴത്തെ ലൈനിലോട്ട് 3.25 ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഇത്രയാകും ആയിട്ട് ഈ 3.25 ഇഞ്ച് കൊടുത്തതിൻ്റെ ഞാൻ പറയാമേ. ഇത്രയും ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇവർക്ക് കപ്പിൻ്റെ കപ്പ് ശരിയാകുന്നില്ല എന്നുള്ള പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇവിടെ നമ്മളൊരു ഇച്ചിരി എക്സ്ട്രാ തുണി കൊടുക്കുക. ഇവിടെ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക ഈ ഫ്രണ്ടിൽ. അതാ ഞാൻ പറഞ്ഞ് ഈ ഔട്ട്ലൈൻ ഇച്ചിരി തള്ളി വിട്ട് വരയ്ക്കാൻ പറഞ്ഞതിന് കാരണം അതാ. ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് ഞാൻ എക്സ്ട്രാ തുണി കൊടുത്തു. അത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ ഇവിടെ നമ്മളിപ്പം 3.25 ഇട്ടില്ലേ, അപ്പോൾ നമ്മൾ 1 ഇഞ്ച് ഇങ്ങോട്ട് തള്ളുക. ഇവിടെ 1 ഇഞ്ച് കൂടുതൽ കൊടുത്തുകൊണ്ട് 1 ഇഞ്ച് ഇത് ഇങ്ങോട്ട് തള്ളുക. മനസ്സിലായോ? എന്നിട്ട് ഇവിടുന്ന് 3 ഇഞ്ച് അകലം എടുക്കുക. നമ്മുടെ മാർക്ക് അവിടുന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് തള്ളിയിട്ട് ഒരു മാർക്ക് കൊടുക്കുക. ഇവിടെ നമ്മൾ കറക്റ്റ് 3.25 ഇഞ്ച് എടുത്തെടുത്തിൽ നിന്ന് ഇത് മനസ്സിലാകാൻ വേണ്ടി ഇത്രയും മാർക്കുകളെല്ലാം കാണിക്കുന്നത്. ഇവിടെ നമ്മൾ 3.25 ഇഞ്ച് എടുത്തെടുത്ത് നിന്ന് വീണ്ടും 1 ഇഞ്ച് ഇങ്ങോട്ട് തള്ളുക. ഇവിടെ ഈ 1 ഇഞ്ച് വന്നത് കാരണം ഇത് പിന്നെയും ബാക്കിലോട്ട് നമ്മൾ കൊണ്ടുപോവുക. ഇപ്പം തന്നെ ഇതങ്ങ് മാർക്ക് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ പോകെ അവിടെ ഇവിടെ മാർക്കുള്ളതുകൊണ്ട് മറന്നു പോകും. പിന്നെ ഇവിടുന്ന് ഈ കഴുത്ത് കുറുക്കി വരച്ചിട്ടുണ്ടല്ലോ, അവിടുന്ന് ഇതേലോട്ട് ഒരു വര കൊടുക്കുക. ഇത്രയും ആയി കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പോകാവൂ. കാരണം നമ്മൾ ഇത് എപ്പോഴും ചെയ്യുന്ന ട്രിക്കല്ലിത്. അതുകൊണ്ട് നമ്മൾ മറന്നു പോകുമ്പോൾ ഇനി ഈ മാർക്കൊക്കെ കണ്ട് നമ്മൾ ഓടും. അതുകൊണ്ട് ഇത് ആദ്യം തന്നെ ഇത്ര റെഡിയാക്കി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ 3 ഇഞ്ച് ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലോ, ഈ 3-ലിരുന്ന് ഈ 6.5-ലോട്ട് ഒരു നമ്മുടെ മാർക്കങ്ങ് വരയ്ക്കുക. ഇത് മനസ്സിലായോ? ഫസ്റ്റ് നെക്ക് എത്ര വേണമോ അതെടുക്കുക,
കപ്പിൻ്റെ വിട്ട് എത്ര വേണോ അതെടുക്കുക, കപ്പിൻ്റെ അളവ് എത്ര വേണമോ അതെടുക്കുക, അതിലിരുന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് എടുക്കുക. അതായത് കപ്പ് ശരിയാകുന്നില്ല, കപ്പിന് ഷേപ്പ് കുറയുന്നു, കപ്പ് പതുങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ കപ്പ് സൈസ് ഒത്തു വരുന്നില്ല, അതേസമയം ഇറങ്ങുകയും ചെയ്യരുത്. മനസ്സിലായോ? അങ്ങനെയുള്ളവർക്ക് ചെയ്യേണ്ടത് ഇതാ. ഇത്രയും തുണി നമുക്കിവിടെ എക്സ്ട്രാ കിട്ടും. അപ്പം കപ്പ് നന്നായി ഷേപ്പിൽ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഇവിടെ നമ്മൾ നമ്മുടെ കൈക്കുഴി മാർക്ക് കൊടുത്ത് ചെയ്യുക. ഇതല്ല, ഇവിടുന്ന് 1/2 ഇഞ്ച് ഇങ്ങോട്ട്, ഇത്രയാകുമ്പോൾ അടിയിലെ തുണി കറക്റ്റാണെന്ന് നോക്കിയേക്കാമേ. നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിങ് കഴിഞ്ഞു. ഇപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ബാക്കി മാർക്കിങ് ഞാനൊന്ന് കാണിച്ചു തരാം. വെട്ടുമ്പോൾ സൂക്ഷിച്ച് വെട്ടണം. ഇവിടെ വെട്ടരുത്. നമ്മൾ ഈ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിരിക്കുന്നിടത്ത് വെട്ടണം. എന്നിട്ട് ഇവിടെ നമ്മൾ ഇതേപോലെ നീറ്റായിട്ടങ്ങ് വെട്ടിയെടുക്കുക. ഇവിടെ ഫസ്റ്റ് നമ്മുടെ നോച്ചങ്ങിട്ടും എടുത്തേക്കും, അല്ലെങ്കിൽ മാറിപ്പോകും. ഞാൻ ഓൾറെഡി ഇവിടെയൊക്കെ മാർക്ക് കൊടുത്തതുകൊണ്ട് ചിലപ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോൾ കൺഫ്യൂഷനാവും. ഫ്രണ്ട് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് മാർക്ക് ചെയ്യാനായിട്ട് ഈ നോച്ചും കൂടെ ഇങ്ങനെ അങ്ങ് പിടിക്കുമ്പോൾ നമുക്ക് നെക്കിൻ്റെ അവിടെ വരെ വരത്തില്ല. ഇത് ഓൾറെഡി നമ്മളിങ്ങോട്ട് ഇത് ചെയ്ത് കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇത് നന്നായിട്ട് തേച്ച് വിട്ടാൽ കണ്ടോ, നമ്മുടെ സെൻറ്റർ, നമ്മൾ മാർക്ക് ചെയ്ത സെൻറ്ററിൽ തന്നെ അത് കറക്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഇത് 6 ഇഞ്ചുണ്ട്, 4 ഇഞ്ച്, അതായത് 2 ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് കൊടുക്കുക. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് 2.25 ഇഞ്ചിൽ മാർക്ക് കൊടുക്കുക. ഇതാണ് കപ്പിൻ്റെ മാർക്ക്. ഇവിടെ നമ്മൾ കട്ട് കൊടുക്കുക. ഇവിടെ നമ്മളൊരു കട്ട് കൊടുക്കുക. ഓക്കെ. കപ്പ് ഇനി ശരിയാകുന്നില്ല എന്ന് പറയുന്നവർക്ക് ഇങ്ങനെ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് നോക്കുക. ഇത്രയും തുണി നമുക്ക് എക്സ്ട്രാ കിട്ടും ഇവിടെ, ഇത്രയും ഈ കപ്പിനകത്ത്. ബെൽറ്റ് തയ്ക്കാനായിട്ട് ഇവിടെ നമ്മളിപ്പോൾ 6.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ബാക്കിൽ എത്ര ഉണ്ടെന്ന് നോക്കാം. ബാക്കിൽ 9.25 ഇഞ്ചുണ്ട്. 10 ഇഞ്ചുണ്ടെന്ന് വയ്ക്കാം. 10 ഇഞ്ചുണ്ട്. അപ്പോൾ 6, 7, 8, 9, 10, അപ്പോൾ 3.5 ഇഞ്ച് കൂടെ 1 ഇഞ്ചും കൂടെ 4.5 ഇഞ്ച്. ഞാൻ ഈ സ്ട്രെയിറ്റ് പീസ് ആണെങ്കിൽ 1/2 ഇഞ്ചും കൂടെ വീണ്ടും ചേർത്തെടുക്കും. നാലരയ്ക്ക് നമ്മളൊരു 4.25 എടുത്തേക്കാം. എന്താണെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് പീസ് ആയതുകൊണ്ട് ലൂസ് കിട്ടത്തില്ല. അപ്പോൾ ഇച്ചിരി കൂടുതലിരിക്കട്ടെ. ഇവിടെ 10.5 ഇഞ്ച് എടുക്കാം. ഇവിടുന്ന് നമുക്ക് 5 ഇഞ്ച് എടുക്കാം. ഇവിടെ 4.25 എടുത്താൽ 1/4 ഇഞ്ച് ഫ്രണ്ടിൽ കൂടുതൽ എടുക്കണം. അതേപോലെ ഇതിൻ്റെ ബെൽറ്റ് നമ്മൾ ഇതിനിപ്പോൾ ഞാനൊരു ഇത് കൊടുക്കുവാണേ, ഒരു സ്കെയിൽ വെച്ച് ഒരു ലൈൻ കൊടുക്കുക. സ്കെയിൽ വെച്ച് ഒരു ലൈൻ കൊടുത്തിട്ട് നമുക്ക് ഈ നന്നായിട്ട് ഇങ്ങനെ മടക്കി പിടിക്കാം. വെട്ടിയെടുത്തേക്കാം. നന്നായിട്ട് ഇതിനെ മടക്കി പിടിച്ചുകൊണ്ട് ഇത് കണ്ടോ, നമ്മുടെ ടക്ക് എങ്ങനെ ഉണ്ടോ ആ ഷേപ്പിൽ ഇതിനെ പിടിച്ചുകൊണ്ട് നമുക്ക് ഇവിടോട്ട് വെച്ച് നോക്കാം. കണ്ടോ,
ഇങ്ങനെയാണ് ഈ ടക്കിൻ്റെ ഷേപ്പ്, ഈ ബെൽറ്റിൻ്റെ ഷേപ്പ് വരുന്നത്. നമ്മൾ തയ്ക്കുമ്പോൾ ഇങ്ങനെയല്ലേ വരുന്നത്. ഇവിടെ നമുക്കൊരു മാർക്ക് കൊടുത്തേക്കാം. കണ്ടോ? ഇപ്പം ഇത്രയും കൊടുക്കണ്ട, അത് ഒരു 1/2 ഇഞ്ചിന് താഴോട്ട് കൊടുത്താൽ മതി. നമുക്കതിൽ മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നാലും അത്രയും നമ്മൾ കൊടുക്കണ്ട. ഇതാണ് നമ്മുടെ കറക്റ്റ് ബെൽറ്റ്. ബെൽറ്റിൻ്റെ എവിടെ വേണോ ആ ഷേപ്പ് എന്നുള്ളത് കറക്റ്റ് അങ്ങനെ വെച്ച് നോക്കിയാൽ കിട്ടും. അപ്പം ബെൽറ്റും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത്രയുമാണ് നമ്മുടെ 40 ഇഞ്ച് ബോഡി മെഷർമെൻറ്റ് വെച്ചുള്ള ബ്ലൗസിൻ്റെ കട്ടിങ്. പ്രത്യേകിച്ച് ഇതിനകത്തുള്ളത് കപ്പ് സൈസ് കറക്റ്റ് ആകുന്നില്ല എന്നുള്ളവർക്ക്, വലിയ കപ്പ് വേണ്ടുന്നവർക്കും അതേസമയം കപ്പ് ഇറങ്ങരുതെന്ന് പറയുന്നവർക്കും ഉള്ള ഒരു ട്രിക്കാണിത്. ഇത് കടകളിലൊക്കെ ചെയ്യുന്ന ഒരു ട്രിക്ക് തന്നെയാണ്, പക്ഷെ ആരും പെട്ടെന്ന് പറഞ്ഞു തരത്തില്ല. അപ്പം 40 ഇഞ്ച് ബോഡി മെഷർമെൻറ്റിന് എങ്ങനെ കപ്പ് സൈസ് വലുതായിട്ട് എങ്ങനെ കട്ട് ചെയ്യുന്നത്, കപ്പ് സൈസ് കുറച്ചും കൂടെ ഷേപ്പിൽ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് കണ്ടല്ലോ. ഇത് തയ്ക്കുമ്പം ഇതിൻ്റെ നെക്കിൻ്റെ പൈപ്പിങ് കാര്യങ്ങളൊക്കെ, കപ്പ് എങ്ങനെ പിടിക്കുന്നതൊക്കെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് ഇടാമേ. അപ്പോൾ ഓക്കെ, ബൈ, സി യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ഷെയറും എന്നും മറക്കണ്ട കേട്ടോ. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ, സി യു.